കാച്ചിക്കുട്ടിൻ്റെ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞിട്ടോ ഞങ്ങൾ തിരിച്ച് സൗദിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കാച്ചിക്കുട്ടിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് അച്ഛൻ്റെ അടുത്ത് പോകണോണ്ട്. പിന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ തന്നെ പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പെട്ടിയിൽ എൻ്റെ സാധനങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ്റെ ഡ്രസ്സും പുസ്തകങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. കാച്ചിക്കുട്ടിൻ്റെ സ്കൂൾ ഓൾറെഡി ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ കാച്ചിക്കുട്ടി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിട്ട് തുടങ്ങുള്ളൂ കേട്ടോ. അവിടെ ചെന്നിട്ട് അവൻ്റെ ഉറക്കമൊക്കെ ഒന്ന് സെറ്റ് ആക്കണമല്ലോ. ഓണമൊക്കെ കൂടിയിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നടന്നില്ല. അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓണപ്പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഓണപ്പൂക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കൻ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അവിടുത്തെ കടയിൽ നിന്ന് ഒന്നും മേടിച്ചെരത്തില്ല എന്ന്. എന്നാലും അവിടുത്തെ കടയിലൊക്കെ കയറിയിട്ട് അത് മേടിച്ച് തരുമോ ഇത് മേടിച്ച് തരുമോ എന്നൊക്കെ എന്നോട് ചോദിക്കണ്ടായിട്ടോ. പിന്നെ കുറേ വിമാനങ്ങളൊക്കെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് സന്തോഷമായിട്ടോ. പിന്നെ കടയിൽ കയറി ഓരോരോ സാധനം എടുത്തിട്ട് പ്ലീസ് അമ്മ ഇത് മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് മൈൻഡേ ചെയ്യുന്നില്ല. നമ്മൾ സൗദി എയർലൈൻസിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ കാശിക്കൊണ്ട് ഇതുപോലെ കാഴ്ചയൊക്കെ കണ്ട് ടി വി ഒക്കെ കണ്ട് പോകാൻ പറ്റിയിട്ടോ. അവർ ഹെഡ്ഫോണൊക്കെ തന്നുകൊണ്ട് അതും വെച്ചിട്ട് കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടിരുന്നിട്ട് അവൻ ഉറങ്ങിപ്പോയിട്ടോ. അതിനിടയ്ക്ക് ഫുഡ് വന്നു കാച്ചിക്കൊണ്ട് ഒരു കളിപ്പാട്ടവും കിട്ടിയിട്ടോ. സൗദി എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള പ്ലെയിനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികൾ അനങ്ങാണ്ടിരുന്നോളൂ, അത് വെച്ചിട്ട് കുറച്ച് നേരം കളിച്ചിരുന്നോളൂ. അങ്ങനെ നമ്മളതേ സൗദിയിലെത്തി നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണേ. അച്ഛനെ കണ്ടപ്പോൾ പറയാം മുടി കണ്ടപ്പോൾ അച്ഛനെ മനസ്സിലായെന്നുണ്ടോ കാര്യം ഇറങ്ങി വന്നപ്പോൾ. അങ്ങനെ നേരെ അച്ഛനെ കണ്ടു കാച്ചിക്കൂട്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മുറിയിലെത്തിയിട്ട് ആദ്യം കാച്ചിക്കൂട്ട് അൺബോക്സ് ചെയ്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും മോനും കൂടി പ്ലേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായ ആ ഒരു ടോയ് ആണ് കേട്ടോ അൺബോക്സ് ചെയ്തിട്ടുണ്ടായേ. അത് ഞാൻ കാണിച്ചു തരാം. അതൊരു മിനിയൻ്റെ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ആ ഒരു ബോക്സിലുണ്ടായേ. പിന്നെ കുറച്ച് പോസ്റ്റ് കാർഡ് ഉണ്ടായിട്ട് അതൊക്കെ നമുക്ക് സ്റ്റിക്കർ ടൈപ്പിലുള്ള ഒട്ടിച്ച് വെക്കാം. പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സും കിട്ടി. അത് ഞാൻ അടിച്ചു മാറ്റി ഗൈസ്. ഇനി കാച്ചിക്കൊണ്ട് അടുത്ത ദിവസം മുതലുണ്ടല്ലോ നമുക്ക് സ്കൂളിൽ വിടണം ഗൈസ്. അപ്പൊ അത്രയുള്ള സ്കൂളിൽ പോണം കാച്ചിന്റെ സ്കൂളിൽ വിടും ഗൈസ് അടുത്ത ദിവസം മുതല്. അതെ പോകും. അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.